അതിന് അടുത്ത ഘട്ടമാണ് ക്ലാസ് 2 സിംറ്റംസ്, 3 ക്ലാസ് 3 സിംറ്റംസ്, 4 ക്ലാസ് 4 സിംറ്റംസ്. ക്ലാസ് 1 സിംറ്റം എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രീം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ കണ്ടമാനം അധ്വാനിക്കുമ്പോൾ നമുക്ക് നെഞ്ചുവേദനയോ കിതപ്പോ ഉണ്ടാകുകയാണെങ്കിൽ അത് ക്ലാസ് 1 സിംറ്റമാണ്. ക്ലാസ് 2 എന്ന് പറയുമ്പോൾ സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റം, സാധാരണ അല്പം കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റമാണ് ക്ലാസ് 2. ക്ലാസ് 3 എന്ന് പറയുന്നത് സാധാരണയിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ്. മൂന്നാമത്തേത് ക്ലാസ് 4 സിംറ്റംസ്, റെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ്. ക്ലിയർ ആണല്ലോ? ക്ലാസ് 4 ആണ് കൂടുതൽ ഒബ്വിയസ്ലി ക്ലാസ് 4 സിംറ്റംസ് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ 2 നില കയറുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു 40 വയസ്സോ 45 വയസ്സോ ഒരാള് കിതയ്ക്കേണ്ടതല്ല. ക്ലിയർ അല്ലേ? അത് കിതയ്ക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിപ്പിക്കേണ്ടതാണ്. അതേസമയം ഒരു 70 വയസ്സുള്ള ഒരാള് 2 നിലയിൽ 3 നില കയറുമ്പോൾ കിതയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രായത്തിന്റെ ഭാഗമായിട്ടാകാം. അതേസമയം 30-40 വയസ്സുള്ള ആള് 2ാമത്തെ നില എത്തുമ്പോഴത്തേക്ക് കിതയ്ക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു ക്ലാസ് 3 സിംറ്റമാണ്. അത് തീർച്ചയായിട്ടും ഇവാലുവേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്കാണ് വെറുതെ ഇരിക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന സിംറ്റംസ് ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. സോ ഞാൻ പറയും, നമ്മുടെ പ്രായത്തിനനുസരിച്ച്, നമ്മുടെ ശാരീരിക അവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ സിംറ്റംസ് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കും.